അവധി സമയം നല്ല ഒരു ടൈമാണ് കുട്ടികളെ ഒന്ന് എക്സ്ട്രാ ബിൽഡ് ചെയ്തെടുക്കാൻ. പ്രത്യേകിച്ച് അവരുടെ പേഴ്സണാലിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, അവരുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ് അവധി സമയം. നമ്മൾ കുട്ടികളെ പറ്റി കൺസേൺ ഉള്ളവരാണെങ്കിൽ ഈ അവധി സമയം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് വലിയ പ്രയോറിറ്റിയോടുകൂടി ഉപയോഗിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനും ഡെവലപ്പ് ചെയ്യാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സ്കൂൾ കഴിഞ്ഞ് അവധിയൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പേരൻസ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവധി സമയങ്ങളിൽ സ്കൂൾ ഒരു കരിക്കുലത്തിനകത്ത് കിട്ടാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ നമുക്ക് വളരെ പ്രധാനമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ കുട്ടികളിലും ഡെവലപ്പ് ചെയ്യേണ്ട നീഡ്സൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കുട്ടിയോട് പറയുമ്പോൾ അതിനോടൊരു സ്പിരിറ്റോടെയും എന്തൂസിയാസത്തോടെയും ഒരു എനർജിയോടെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ആരെങ്കിലുമൊക്കെ 2-3 പേര് പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു, പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് കാര്യങ്ങൾ അവരെയൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു സാഹചര്യം പെട്ടെന്ന് വരുമ്പോൾ അവിടെ എനിക്കും എന്തെങ്കിലും റോളുണ്ട് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അതോ ഒരു ഡള്ളായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ചെറിയ പ്രായം മുതലേ സൃഷ്ടിക്കുക. നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു വൈബിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് കുട്ടികളിൽ ഉണ്ടാക്കേണ്ടത്. അത് ചിലപ്പോൾ ഒരാൾക്ക് ഒരു സഹായം കൊടുക്കുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കും. എന്ത് കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടേതെന്ന് തോന്നിക്കാത്തൊരു ജനറലായിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് വീട്ടിലെ ഒരു ഭാഗത്ത് കുറച്ച് അഴുക്ക് കിടക്കുന്നു, ആ അഴുക്കൊന്ന് ക്ലീൻ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മുറ്റത്ത് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് അടുക്കി വെക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് ജനറലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ തന്നെയുണ്ട്. അവരുടെ പേഴ്സണൽ അല്ലാതെ പലപ്പോഴും വരുന്നൊരു കുഴപ്പം, അവരുടെ പേഴ്സണലായിട്ടുള്ള ജോലികൾ പോലും, അവരുടെ തന്നെ തുണി ചിലപ്പോൾ ഒന്ന് കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടിടാനോ അവരുടെ തന്നെ ബുക്സ് ഒന്ന് അടുക്കി വയ്ക്കാനോ അതുപോലും ചെയ്യാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇത് ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ അവർ ജീവിക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ വളർന്നു വന്നിട്ട് അവർ തീരെ എനർജി ഇല്ലാതെ, തീരെ കഴിവില്ലാത്ത മനുഷ്യരായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളോടൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരമായി അന്വേഷിക്കുകയും, അതില്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. വേറൊരു കാര്യം റെസ്പോൺസിബിലിറ്റിയാണ്. ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ അവർക്ക് കൊടുത്താൽ പതുക്കെ അവരുടെ റെസ്പോൺസും എബിലിറ്റിയാണ്. ഒരു കാര്യത്തോട് പ്രതികരിക്കാനുള്ളൊരു കഴിവും അത് ചെയ്തു തീർക്കാനുള്ള കഴിവും, ഇത് രണ്ടും കൂടിയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കണം. ഇപ്പോൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും, വീട്ടിലെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിലാണെങ്കിലും, പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും, സിബ്ലിങ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും, ഒരു നെയ്ബർഹുഡിൽ ഒരു കാര്യം വന്നാൽ അതിൽ ഇടപെടുന്ന കാര്യത്തിലായാലും ഒക്കെ അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ദെയർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എൻവയോൺമെൻറ്റ്, ദെയർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സൊസൈറ്റി, ദെയർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ഊർജ്ജസ്വലമായി നിൽക്കുന്ന ആൾക്കാരെയാണ് ലോകം ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇതിൽ നിന്നൊക്കെ മാറി പിന്നെ മോൻ അങ്ങ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ മോൻ അങ്ങ് ജയിച്ചാൽ മതി, മോൻ അങ്ങ് എൻജിനീയർ ആയാൽ മതി, അതല്ല. ഇതൊക്കെ ആയാൽ അതിന് ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവരിലൊരു റെസ്പോൺസിബിലിറ്റി ചെറിയ പ്രായം മുതലേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യനായി ജീവിക്കുന്നതിലെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അവൻ്റെ ചുറ്റുപാടുമായി റെസ്പോൺസിബിളായിട്ട് ജീവിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ റെസ്പോൺസിബിൾ ആക്കുന്നതിൽ ഏർലിയർ ടൈം മുതൽ തന്നെ പേരൻസ് വളരെ പ്രധാനമായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം പല കുട്ടികളിൽ നിന്ന് കാണുന്നൊരു കാര്യമാണ്, ഒരു നോ ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയില്ല. അവരെപ്പോഴും എസ് ആണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യത്തിലും ദേ വാണ്ട് എവറിത്തിങ് എവറി ടൈം. അവർക്കൊരു നോ കേൾക്കാനോ നോവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അവർക്കറിയില്ല. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. ചില സമയത്തൊക്കെ അവരോട് നോ പറയേണ്ടടുത്ത് നോ പറയണം, ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന് പറയണം, അതിനൊരു കുഴപ്പമില്ല. അത് ഹാൻഡിൽ ചെയ്യിപ്പിച്ച് ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണം, വളർന്നു വരുമ്പോൾ അവർക്ക് ഇത്തരം ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാതെ വന്നതിൻ്റെ പേരിൽ അവർക്ക് പലയിടത്തും പരാജയങ്ങളുണ്ടാകും, പലയിടത്തും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകും, പലയിടത്തും അവർക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിൽ ഇഷ്യൂസ് ഉണ്ടാകും. ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. നോ ചെറിയ പ്രായം മുതലേ ഇടയ്ക്കൊക്കെ ഒന്ന്
കേൾക്കുന്നത് നല്ലതാണ്. ഈ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ എല്ലാത്തിനും എസ് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഒരു ഈസ്റ്റേൺ കൾച്ചറിൽ ഫിറ്റായി എന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും മാത്രമല്ല, ഈ പുതിയ ലോകത്ത് വെസ്റ്റേൺ കൺട്രീസിൽ തന്നെ ഒരുപാട് പേര് ഡിപ്രസ്ഡാണ്. അപ്പോൾ അമേരിക്കയെ പറ്റി ഒരു സ്റ്റഡി ഞാൻ വായിച്ചത്, എവറി 4th പേഴ്സൺ ഈസ് ടേക്കിങ് എ മെഡിസിൻ ഫോർ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഇഷ്യൂ വരുന്നു. എന്തുകൊണ്ടാണ്? ഈ എസ് പറഞ്ഞ് ജീവിച്ച മനുഷ്യർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവർക്ക് അവിടെ നിന്ന് എസ് കിട്ടാതെ വരിക, അവർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോവുകയും ചെയ്യും. അവർക്ക് അത്രയും യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോകുന്നു. എന്തുകൊണ്ടാണ്? ഇത് നേരത്തെ മുതലേ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിനും എസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ നാലാമത്തെ ഒരു കാര്യം, അവർക്ക് ആവശ്യത്തിന് ചലഞ്ചസ് കൊടുക്കുക. അവരെ കൊണ്ട് പറ്റുന്നതിനപ്പുറത്തേക്ക് ഒന്ന് പോകുമ്പോഴാണ് അവർ ചലഞ്ച്ഡ് ആകുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരു കംഫർട്ട് സോണുണ്ട്, എല്ലാ മനുഷ്യനും ഒരു കംഫർട്ട് സോണുണ്ട്. അത് അവനവൻ്റെ ഒരു സൗകര്യമുള്ളൊരു ഏരിയയാണ്. അതിനപ്പുറത്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്യണം. വീടൊക്കെ മാറി ഒന്ന് താമസിക്കാൻ, അല്ലെങ്കിൽ ഒരു ക്യാമ്പിലൊക്കെ ഒന്ന് പോയി 3-4 ദിവസം ജീവിക്കാൻ, അല്ലെങ്കിൽ പിന്നെ അവർക്കറിയാൻ വയ്യാത്ത, ഇപ്പോൾ ബാങ്കിലൊന്ന് പറഞ്ഞു വിട്ടു, ഒരു ചെറിയ ചെക്ക് ബുക്ക് കൊടുത്ത് ബാങ്കിലേക്ക് വിടാം. എനിക്കറിയാവുന്നൊരു സിവിൽ സർവീസ് ഓഫീസർ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ അവധിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ബസ്സിൽ പോയി വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ആ പയ്യൻ പോയി ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവനൊരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ ടിക്കറ്റ് പോകും. ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ ചോദിച്ചു, സാറ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ, അതിനാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്? അല്ല, 2 ദിവസം കഴിഞ്ഞ് അത് ക്യാൻസൽ ചെയ്യാൻ വിടും, അത് വേറൊരു ലേണിംഗ് ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചില സിറ്റുവേഷൻസ് ഉണ്ടാക്കും. അവർക്ക് കുറച്ച് ചലഞ്ചസ് കൊടുക്കും. അത്തരം ചലഞ്ചസിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഒരു സ്വിമ്മിങ് പഠിക്കാൻ പോകുന്നു, അവിടെ ഒരു ചലഞ്ചുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പഠിക്കാൻ പോകുന്നു, അവിടെ ഒരു ചലഞ്ചുണ്ട്. മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ ഒരു ചലഞ്ചുണ്ട്. മൃഗങ്ങളുമായിട്ടൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ഒരു ചലഞ്ചുണ്ട്. അപ്പോൾ അത്തരം ചലഞ്ചുകളിൽ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അവരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ ഒന്ന് അവരുടെ ഒരു എലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട് അവരെ ഒന്ന് പിടിച്ച് വലിക്കണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രെച്ച്ഡ് ആകാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കും. അവർ കുറേ കൂടെ ബെറ്റർ ആകും, കുറേ കൂടെ ഏബിൾ ആകും, കുറേ കൂടെ കോൺഫിഡൻ്റ് ആകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അവധി സമയത്തൊക്കെ കൂടുതലായിട്ട് കുട്ടികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അവധി സമയം കൂടെ കൊണ്ടിരുത്തി അതെങ്കിലും ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് ബാക്കിയുള്ള ഭാഗം ഒന്നും ഡെവലപ്പ് ചെയ്യാതെ ഒരുമാതിരി തല മാത്രം വലുതായി ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയിൽ കുട്ടികൾ വരാൻ ഒരിക്കലും ഇടയാക്കരുത്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, ആവശ്യത്തിന് ഫ്രണ്ട്സ് കുട്ടികൾക്ക് വേണം. പ്രത്യേകിച്ച് ഒരു ടീനേജിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പിയർ ഗ്രൂപ്പിലേക്കൊക്കെ പോകാൻ, അവിടെ കംഫർട്ടബിൾ ആകാൻ, അവിടെയൊക്കെ അവരുടെ ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ ഒരു സ്മൂത്തായിട്ട് പോകാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം. പല പേരൻസിൻ്റെയും ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഷിഫ്റ്റ് പലരും ആഗ്രഹിക്കുന്നില്ല. കാരണം പേരൻസിൻ്റെ ഒരു കൺട്രോളിൽ തന്നെ അവരെ നിർത്തുക, ഫ്രണ്ട്സൊന്നും അധികം വരുന്നവർക്ക് ഇഷ്ടമല്ല, ഫ്രണ്ട്സിനെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നല്ല മാനസികാരോഗ്യവും വൈകാരിക ആരോഗ്യവും ക്യാരക്ടറും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് ഫ്രണ്ട്സ് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സാണ് കുട്ടികൾക്ക് വെളിയിലേക്കുള്ള ഒരു പുതിയ ലോകം തുറന്നു കൊടുക്കുന്നത്. ആ ഇൻട്രാക്ഷൻസിൻ്റെ ഗുണവും ദോഷവും ഒക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. ഇനി കുട്ടികൾ ചീത്തയായി പോകുമോ? ആരാണ് ചീത്തയായി പോകുന്നത്? വീട്ടിൽ നിന്ന് നല്ല ഫൗണ്ടേഷൻ ഇല്ലാത്ത, വീട്ടിൽ നിന്ന് നല്ല സ്ട്രെങ്ത് കൊടുക്കാത്ത, വീട്ടിൽ നല്ല റിലേഷൻഷിപ്പ് ഒന്നും അനുഭവിച്ച് വളരാത്ത കുട്ടികളാണ് അത്തരം സാഹചര്യങ്ങളിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളത്. അവിടെ വീട്ടിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ ടു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് വളരെ ആവശ്യമാണ്. അത് അവർക്ക് ഉണ്ടാവണം, അത് നമ്മൾ എൻകറേജ് ചെയ്യണം. അതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫർദർ ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. നല്ല ഫ്രണ്ട്സൊക്കെ ഉള്ള കുട്ടികൾ നിരാശരാകുന്നില്ല, അവരുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആയിരിക്കും, ഇമോഷണൽ ഹെൽത്ത് ബെറ്റർ ആയിരിക്കും, അവർ ആത്മഹത്യ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നല്ല ഫ്രണ്ട്സുള്ള കുട്ടികൾക്ക് കിട്ടുന്നു. ഫ്രണ്ട്സുള്ള കുട്ടികൾ വളരെ നെറ്റ്വർക്ക്ഡ് ആയിരിക്കും, അവർ പ്രോബ്ലംസൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കുറച്ചുകൂടെ ശക്തരാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു. ഇതൊക്കെ വലിയൊരു അഡ്വാൻറ്റേജാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ അഡ്വാൻറ്റേജാണ്. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യം കുട്ടികളിൽ നിന്ന് കാണുന്ന, അവർക്കൊരു ഹോബീസും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല, എപ്പോഴും ഈ ഫോണിൽ മാത്രം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ഷുഡ് ഡെവലപ്പ് സം കൈൻഡ് ഓഫ് എ ഹോബി ഓർ ഇൻട്രസ്റ്റ്. എല്ലാ കുട്ടികൾക്കും വേണ്ടൊരു കാര്യമാണ്. അതൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനാണെങ്കിലും, ഒരു കളി പഠിക്കാനായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
ആക്ടിവിറ്റീസ്, ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു ആർട്ടായാലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുട്ടികൾക്ക് ഈ അവരുടെ ജീവിതത്തിന് ചുറ്റും ഉണ്ടാവണം. അത് അവരുടെ ഒരു ഹൃദയ വലിപ്പവും അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ വലിപ്പത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മറുപടി പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റി അടയാളപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അവർക്ക് എന്തെങ്കിലും ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ റീഡിങ് എൻ്റെ ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ പോലും ചിലപ്പോൾ ആ റീഡിങ്ങുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് ആ കാൻഡിഡേറ്റ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂർ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം പോലും മറന്നു പോകും. കാരണം അവൻ അത്ര രസകരമായിട്ട് അവൻ്റെ ആ ഇൻട്രസ്റ്റ് ഏരിയയിലേക്ക് ആ ഇൻ്റർവ്യൂ റീഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിന് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് കുട്ടികളുടെ പേഴ്സണാലിറ്റിയുമായി വലിയ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അവൻ്റെ പേഴ്സണാലിറ്റി ഏത് ഫോക്കസിൽ നിൽക്കുന്നു, ഏത് പ്രയോറിറ്റിയിൽ നിൽക്കുന്നു എന്നൊക്കെ അവരുടെ ഇൻട്രസ്റ്റും ഹോബീസും ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക, അതിലൂടെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജും അവർക്ക് കിട്ടും. കാരണം ഈ ഇൻട്രസ്റ്റും ഹോബീസും ഒക്കെ അവരെ അടയാളപ്പെടുത്തുന്ന, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആയിരിക്കും. അവരിലും വ്യക്തിപരമായിട്ടും അതുപോലെ അവരുടെ ഫ്രണ്ട്സിനിടയിലും അവരെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഫൈനലായിട്ട് അവർക്ക് നല്ല ലൈഫ് സ്കിൽസ് ഉണ്ടാകാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ലൈഫ് സ്കിൽസ് ലൈക്ക് ഹോം ബേസ്ഡ് സ്കിൽസ്. വീട്ടിനകത്ത് തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക, അത്യാവശ്യം കുക്കിങ്, വാഷിങ്, ക്ലീനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക്. കാരണം ഇതിനൊന്നും ഇനി സെർവൻസിനെ ഒന്നും കിട്ടത്തില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ വളരെ ഡിഗ്നിറ്റി ഉള്ളവരായി മാറുമ്പോൾ ആരെയും സഹായിക്കാനൊന്നും ഇനി ആരെയും കിട്ടിയെന്ന് വരില്ല. ഓഫ് കോഴ്സ് ചില മെഷീൻസൊക്കെ അതിനുവേണ്ടി രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഈ മെഷീൻ എടുത്ത് ഓൺ ചെയ്യാനുള്ള സ്കില്ലെങ്കിലും ഇവന് വേണ്ടേ? അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണ്ടേ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്, അതിന് എന്തെല്ലാം മെഷീൻ ഉണ്ടെങ്കിലും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യമായിട്ടൊരു ബേസിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരു കെയറിങ് ആൻഡ് ഷെയറിങ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഒരാളുടെ നീഡ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അവരുമായിട്ടൊരു എമ്പതൈസ് ചെയ്യുന്നത്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ. ഇതൊക്കെ ലൈഫ് സ്കിൽസാണ്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഒരു ലീഡർഷിപ്പൊക്കെ എടുക്കേണ്ടവർ. ഒരു പ്രശ്നം വന്നു, പെട്ടെന്നൊരു പാമ്പ് വന്നു, എന്ത് ചെയ്യും? പാമ്പ് വരുമ്പോൾ ഓടാൻ മാത്രം അറിഞ്ഞാൽ മതിയോ? ചിലപ്പോൾ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ ഒരു മരം ഒടിഞ്ഞു വീണു, അല്ലെങ്കിൽ ഒരു ചില്ല ഒടിഞ്ഞു വീണു, എങ്ങനെയാണ് അതിനെ പെട്ടെന്ന് ആ സാഹചര്യത്തെ ഒന്ന് ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ മുമ്പിൽ ഒരു ആക്സിഡൻറ്റ് നടന്നത്, എങ്ങനെയാണ് ആ സാഹചര്യത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ലൈഫ് സ്കില്ലുകളാണ്. ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവിടെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രമല്ല സംഭവിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. രണ്ടുപേരും തമ്മിലൊരു വഴക്കുണ്ടായി, അവിടെ എങ്ങനെയാണ് നമുക്കൊന്ന് ഇൻ്റർവ്യൂൻ ചെയ്ത് അവിടെ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾ എല്ലാത്തരം സാഹചര്യങ്ങളെയും നേരിടാനായിട്ട് പ്രാപ്തമാക്കി കൊണ്ടുവരുന്നതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂളിനും ഒക്കെ വലിയൊരു റോളുണ്ട്. പക്ഷേ സ്കൂളുകൾ പലപ്പോഴും ഇത്തരം റോളുകളിൽ നിന്നെല്ലാം ഇന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കുറേ അക്കാഡമിക്സ് കാര്യങ്ങൾ മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോകുന്നതിൽ വലിയ ദുഃഖമുണ്ട്. ഒരു പരിധി വരെ സ്കൂളുകൾ കുട്ടികളെ പറ്റിക്കുകയാണ്. മാതാപിതാക്കളും കൂടെ പറ്റിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ തോറ്റുപോകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അവർ തോൽക്കുന്ന ജീവിതത്തിലാണെന്നുള്ളതാണ് കഷ്ടം. എന്നാൽ ജീവിതത്തെ നേരിടാൻ അറിയാത്ത, പ്രാപ്തിയില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ലോകത്ത് വളർന്നു വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നു. ഫൈനലി ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികളോടും പേരൻസിനോടും പറയാനുള്ളത്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് വളരെയധികം താഴോട്ട് പോകുന്നുണ്ട്. പണ്ടൊക്കെ അവധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ ഓടിച്ചാടി കളിക്കുകയും ധാരാളം ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നു, കളിക്കാനുള്ള കൂട്ടുകാർ കുറഞ്ഞു വരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള അവസരങ്ങളും സമയവും ഒക്കെ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം കൊണ്ടാവാം ഇന്ന് കുട്ടികൾക്ക് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി കുറവാണ്. പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ് ആയിട്ട് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കാനും സൈക്കിൾ ചവിട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, കളിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുക. ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വലിയ പ്രധാനമായൊരു കാര്യം നല്ല നാച്ചുറൽ ഫുഡ് ധാരാളമായിട്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവധി സമയത്തൊക്കെ വലിയ തിരക്കില്ലാത്ത സമയത്തെങ്കിലും അവർക്ക് നല്ല റോ ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. ഈ പ്രോസസ്ഡ് ഫുഡ് മറ്റും കുറയ്ക്കുക. അങ്ങനെയുള്ള ഫുഡിനകത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് എലിമെൻറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന കളറായാലും അതുപോലെ പ്രിസർവേറ്റീവ്സ് ആയാലും ടേസ്റ്റ് മേക്കേഴ്സ് ആയാലും ഒക്കെ കുട്ടികൾക്ക് നല്ലതാണോ എന്നൊന്നും അതുപോലെ ഒരുപാട് പഞ്ചസാരയും ഒരുപാട് ഉപ്പും ഒക്കെ ഈ പ്രോസസ്ഡ്
ഫുഡിനകത്തൊക്കെ ഉണ്ട്, ഒരുപാട് ഫാറ്റുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് ഒരുപാട് ഡാമേജിങ് ആണ്. ഒരു വർഷത്തേക്ക് അവധി സമയത്തെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടാമെങ്കിൽ, പ്രത്യേകിച്ച് ചക്കയും മാങ്ങയും മറ്റ് ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ധാരാളം റോ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് അവർക്ക് ആരോഗ്യത്തെയൊക്കെ ഒരു വർഷത്തേക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് അവധി സമയമൊക്കെ. അതൊക്കെ പർപ്പസ്ഫുള്ളി ചെയ്യാമെങ്കിൽ അതിൻ്റെയൊക്കെ വളരെ വലിയ ഗുണങ്ങൾ കുട്ടികൾക്ക് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ അവധിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവധി ആയിക്കഴിഞ്ഞ കമ്മ്യൂണിറ്റിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. വിദേശ രാജ്യത്തൊക്കെ അവധിയൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമയത്തൊന്ന് ഡെവലപ്പ് ചെയ്യാനും കുട്ടികളെ ജീവിതത്തിന് വേണ്ടി കുറേ കൂടെ പവർഫുള്ളാക്കി നിർത്താനും ഇതിലൂടെയൊക്കെ സാധിക്കട്ടെ. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും കൂടുതൽ ആൾക്കാരെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിയിലൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കൂടുതൽ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരട്ടെ. നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ്ഡായി വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ ഒരു സീരീസ് ഓഫ് വെബിനാർ ഈ അവധി സമയത്തൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങൾ ഇതിലൂടെയൊക്കെ കൂടുതൽ തരാം. അപ്പോൾ കുട്ടികൾക്കും കൂടെ വേണ്ട ചില പ്രോഗ്രാംസൊക്കെ ഈ സമയത്തുണ്ടാവും. എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു.